ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു നേതാവാണ്. ഒരുപക്ഷെ കേരളത്തിലെ BJPയിലെയും RSSലെയും നേതാക്കൾ കുമ്മനത്തിലൂടെ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. എത്രത്തോളം പരിശ്രമം ചെയ്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ കുമ്മനത്തിനെ കൊണ്ട് മിസോറാമിലെ ഗവർണർ സ്ഥാനം രാജിവെപ്പിക്കുകയും ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് കുമ്മനം രാജശേഖരനെ ശശി തരൂരിനെതിരായിട്ട് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? RSS എല്ലാ രീതിയിലുള്ള പരിശ്രമങ്ങളും തിരുവനന്തപുരത്ത് നടത്തി. ഓരോ വീടുകളിൽ കയറിയിട്ട് പ്രചരണം നടത്തി. വലിയ തുക തന്നെ കുമ്മനം രാജശേഖരന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് RSS ചിലവഴിച്ചു എന്നുള്ള കണക്കുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള പരിശ്രമം നടത്തിയിട്ട് പോലും കുമ്മനം രാജശേഖരൻ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ ശശി തരൂർ വിജയിച്ചു കയറുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി തന്നെ കുമ്മനം രാജശേഖരൻ അവിടെ ഏറ്റുവാങ്ങുകയുണ്ടായി. അതോടുകൂടി RSSന്റെ ആയാലും BJPയുടേതായാലും ഒരു പ്രതീക്ഷ കുമ്മനത്തിൽ നിന്നും അവസാനിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ നേട്ടമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും RSSലെയും BJPയിലെയും നേതാക്കൾക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുമ്മനം രാജശേഖരനോട് അവർ തുറന്നു പറഞ്ഞത് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ചില അനുകൂല റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് കുമ്മനം രാജശേഖരൻ പറഞ്ഞു താൻ മത്സരിക്കാൻ ഇല്ല എന്ന്. വട്ടിയൂർക്കാവിൽ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാൻ താനില്ല എന്ന് കുമ്മനം രാജശേഖരൻ ആണയിട്ട് പറഞ്ഞതിന് പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയണം. കേരളത്തിൽ BJPക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ സാധ്യതയായിരുന്നു 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിലും മോദി തരംഗം ആഞ്ഞടിക്കും എന്നുള്ള ഒരു വിശ്വാസം കേരളത്തിലെ BJP നേതാക്കൾക്കുണ്ടായിരുന്നു. O രാജഗോപാലനിൽ വലിയ പ്രതീക്ഷയുമുണ്ടായിരുന്നു. ആ പ്രതീക്ഷക്കൊത്ത് O രാജഗോപാലൻ നീങ്ങി എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യമാണ്. വെറും 10,000 വോട്ടിന്റെ ബലത്തിലാണ് അവിടെ ശശി തരൂർ വിജയിച്ചു കയറിയത്. അത് അവർക്ക് വലിയ പ്രതീക്ഷ നൽകി. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിക്കാം എന്നുള്ള പ്രതീക്ഷയുമായി BJP വന്നപ്പോൾ രാഹുൽ തരംഗത്തിലൂടെ കേരളം കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുകയാണ്. ഇനി ഒരു സാധ്യത കേരളത്തിൽ BJPക്കോ RSSനോ ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നമ്മൾ കാണേണ്ടത് ആ ഒരു വസ്തുതയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറയുന്നതിന്റെ നേർസാക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തിലേക്ക് വരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുമ്മനം രാജശേഖരൻ തനിക്ക് സാധ്യതയുള്ള വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇനി കേരളത്തിൽ RSSനോ BJPക്കോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.